നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പറമ്പിന് പെട്ടെന്ന് കോടികൾ വില വരുന്നത് എങ്ങനെയാണ്? റിയൽ എസ്റ്റേറ്റിലും സ്വർണത്തിലും ഒഴുകുന്ന ഈ കള്ളപ്പണം എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കളയിലെ ബഡ്ജറ്റ് തകർക്കാനാകുന്നത്? വെൽക്കം ടു സീകോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. എന്താണ് ഈ കള്ളപ്പണം? വളരെ സിമ്പിളാണ്. നികുതി വെട്ടിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പണം. ഇത് ബാങ്കിൽ വരില്ല, കണക്കിൽപ്പെടില്ല. ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പണപ്പെരുപ്പത്തിന് പിന്നിലെ സൈലന്റ് വില്ലൻ ആണ് ഈ പണം. ഇതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ 1 സെന്റ് ഭൂമി വാങ്ങാൻ നോക്കുമ്പോൾ കിട്ടുന്ന വില കേട്ട് ഞെട്ടിയിട്ടുണ്ടോ? അവിടെയാണ് കള്ളപ്പണത്തിന്റെ കളി. വലിയ പണക്കാർ തങ്ങളുടെ കണക്കിൽപ്പെടാത്ത പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിംഗ് വഴി റിയൽ എസ്റ്റേറ്റിലേക്ക് ഒഴുക്കും. അവർ ചോദിക്കുന്ന വില കൊടുത്ത് ഭൂമി വാങ്ങിക്കൂട്ടും. ഇതോടെ ഭൂമിയുടെ വില കൃത്രിമമായി ഉയരുന്നു. ഫലം, ഒരു സാധാരണക്കാരന് വീട് വെക്കാൻ ഒരു കഷ്ണം ഭൂമി വാങ്ങണമെങ്കിൽ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും തികയാത്ത അവസ്ഥ വരുന്നു. കള്ളപ്പണം ഭൂമി വില കൂട്ടുന്നു. പാവപ്പെട്ടവൻ വാടക വീട്ടിൽ തന്നെ കഴിയുന്നു. കള്ളപ്പണം വിപണിയിൽ കൂടുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ പണം കൂടും. പക്ഷേ അത് കുറച്ചു പേരുടെ കയ്യിൽ മാത്രം. ഇവർ ആഡംബര വസ്തുക്കൾക്കും മറ്റും എത്ര പണം വേണമെങ്കിലും ചിലവാക്കും. വിപണിയിൽ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായും വിലയും കൂടും. ഗവൺമെന്റിന് ടാക്സ് കിട്ടാത്തതുകൊണ്ട് റോഡുകൾക്കും ആശുപത്രികൾക്കും പണമില്ലാതെ വരുന്നു. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? പെട്രോളിനും മറ്റ് ആവശ്യ വസ്തുക്കൾക്കും നികുതി കൂട്ടും. അതായത് ആരോ നികുതി വെട്ടിക്കുന്നതിന്റെ ഭാരം വിലക്കയറ്റത്തിലൂടെ ചുമക്കുന്നത് നമ്മൾ സാധാരണക്കാരാണ്. കേരളത്തിൽ സ്വർണ്ണക്കടത്തിലൂടെയും അഴിമതിയിലൂടെയും എത്തുന്ന കള്ളപ്പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബബിൾ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഉൽപാദനം കുറവാണെങ്കിലും ഇവിടെ സാധനങ്ങൾക്ക് വലിയ വിലയാണ്. പുറത്തു നിന്ന് വരുന്ന ഈ പണം നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെയും സാധാരണ കൂലിപ്പണിക്കാരെയും ആണ് ദോഷകരമായി ബാധിക്കുന്നത്. കണക്കിൽപ്പെടാത്ത ഓരോ രൂപയും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ലഭിക്കേണ്ട സൗകര്യങ്ങളാണ് ഇല്ലാതാക്കുന്നത്. ചുരുക്കത്തിൽ, കള്ളപ്പണം എന്നത് വെറും ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല, അതൊരു ജനതയോടുള്ള നീതി നിഷേധിക്കലാണ്. വിപണിയിൽ സത്യസന്ധമായ പണം മാത്രം ഒഴുക്കിയാൽ മാത്രമേ സാധാരണക്കാരന് സമാധാനമായി ജീവിക്കാൻ കഴിയൂ. കള്ളപ്പണം ഇല്ലാതാക്കാൻ ഗവൺമെന്റ് ഇനിയും എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഡിജിറ്റൽ പേയ്മെന്റ് മാത്രമാക്കിയാൽ ഇതിന് പരിഹാരമാകുമോ? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.